നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ സേഫ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടരെയായിട്ട് നമ്മൾ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പ്രൈവസികൾ നമ്മൾ ചെയ്യുന്നോ നമ്മുടെ മൊബൈൽ ഫോണിന് അത്രയും പ്രൈവസി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ സെറ്റിങ്സുകളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, കൃത്യമായിട്ടൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്ത് നമ്മുടെ ഡാറ്റകൾ ചോർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും നേരത്തെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്തുണ്ട്. അത് ഏതാണെന്നാണ് നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഗൂഗിൾ എന്നുള്ളത് കാണും. ഈ ഗൂഗിൾ എന്നുള്ള സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിലും ഗൂഗിളിലൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകളാണ് നമ്മുടെ ഫോണിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഗൂഗിളിലൂടെ പോയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഇവിടെ വലതു ഭാഗത്ത് നിങ്ങൾ ഓൾ സർവീസ് എന്ന് കാണും. വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാം, അൺനോൺ ട്രാക്കർ അലേർട്ട് എന്നുള്ള സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അൺനോൺ ട്രാക്കർ അലേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുക, നോ ട്രാക്കർ അലേർട്ട്സ് എന്ന് കാണാൻ സാധിക്കും. ഇന്നലെ രാവിലെ ഇത് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് ഞാൻ ഓൾറെഡി ഇവിടെ എനേബിൾ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാവിലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്താൽ എല്ലാ ദിവസവും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്കാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ മാനുവലായിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യും നിങ്ങളുടെ ഡാറ്റകളൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പ്രധാനമായിട്ടും ഡാറ്റ നമ്മളുടെ ഷെയർ ചെയ്ത് പോകുന്നത് നമ്മൾ ചില പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ട്, ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും. പലപ്പോഴും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ലാഭമില്ലാതെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും, ഞാൻ സ്കാൻ ചെയ്തപ്പോൾ നോ ട്രാക്കർ ഡിറ്റക്റ്റഡ് എന്ന് കാണാം. അതായത് ഒരാളും എന്നെ ട്രാക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈകളും അല്ലെങ്കിൽ അലക്ഷ്യമായി നമ്മൾ ഉപയോഗിക്കാത്ത ബ്ലൂടൂത്ത് കണക്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളെ ഷെയർ ചെയ്യപ്പെടും. നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്തും വൈഫൈയും മുഖാന്തരം നിങ്ങളുടെ ഫോണുമായിട്ട് കണക്റ്റ് ആവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഇതുപോലെ ട്രാക്ക് ചെയ്ത് കാണിച്ചു തരും. അതുണ്ടെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലൊക്കെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.